പണ്ടൊരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. കഥയാണ്. ഭാര്യ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഭർത്താവ് തിരിച്ചും അവരെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് അവര് ബ്രെഡ് കഴിക്കുന്നവരാണ് വൈകുന്നേരം. അപ്പോൾ എപ്പോഴും ഭാര്യയ്ക്ക് ഭർത്താവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ കഷ്ണം കൊടുക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാൻ നല്ല സുഖമുള്ള, പാലിലൊക്കെ മുക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രെഡിൻ്റെ കഷ്ണം നടുവിലെ പീസ് കൊടുക്കും. അത് എന്നിട്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് സൈഡിലുള്ള കുറച്ച് ഫ്രൈ ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു കരിഞ്ഞ ഭാഗം എടുത്തിട്ട് ഭർത്താവ് എപ്പോഴും കഴിക്കും. അങ്ങനെ 10-14 വർഷം അവരങ്ങനെ കഴിച്ചു. അപ്പോൾ ഒരിക്കൽ ഭർത്താവ് വിചാരിച്ചു, ഇനി ഞാൻ സഹിക്കില്ല, ഇനി ഞാൻ പിടിച്ചു നിൽക്കില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബ്രെഡിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് ഞാൻ എന്ത് ചെയ്യും, കഴിക്കും. 10-14 വർഷമായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി ഭാര്യയ്ക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആവാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ട് പുള്ളി കഴിക്കുകയും ഈ രണ്ട് സൈഡിലുള്ള കുറച്ച് ഫ്രൈ ടൈപ്പ് ആയിട്ടുള്ള ആ ഭാഗം പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഇന്നാണ് നിങ്ങൾ നൽകിയത്. കാരണം എനിക്കിഷ്ടം എപ്പോഴും ബ്രെഡിൻ്റെ, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കഴിക്കുന്ന ബ്രെഡിൻ്റെ രണ്ട് സൈഡ് കുറച്ച് ഫ്രൈ ആയിട്ടുള്ള, കുറച്ച് ആ ഒരു മുരിഞ്ഞ ഭാഗമാണ് എനിക്കിഷ്ടം. ഞാൻ അതാണ് കഴിക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അത് സാക്രിഫൈസ് ചെയ്യായിരുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രെഡിൻ്റെ സോഫ്റ്റ് കഷ്ണമായിരുന്നു. പക്ഷെ അത് സോഫ്റ്റ് അല്ലേന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിനക്ക് ഇത്രയും വർഷം 10-14-15 വർഷത്തോളം തന്നിരുന്നത്. ഇതാണ് ഒരു റിലേഷൻഷിപ്പിൽ, ഒരു സൗഹൃദത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ പരസ്പരം സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതം തന്നെയാണ്. പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫിലെ ഒരു ഗോൾഡൻ പീരിയഡാണ്. അപ്പോൾ തുറന്നുള്ള സംസാരങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവട്ടെ.